വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 24th ഫെബ്രുവരി. നമ്മൾ കവർ ചെയ്യുന്നത് 26th ഫെബ്രുവരി മുതൽ 1st മാർച്ച് വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിലും നമ്മൾ മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. എന്തായാലും നമുക്കിനി അടുത്ത 1-2 മാസം ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ്റെ ബേസിലൂടെ ആയിരിക്കും മാർക്കറ്റ് കടന്നു പോകുന്നത്. ആ ഒരു പീരിയഡിൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, മാർക്കറ്റിൽ നമ്മൾ പേഷ്യൻസോടുകൂടി നമ്മുടെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ല രീതിയിലേക്ക് പ്രോഫിറ്റിലേക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ വരികയും ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. വീണ്ടും ഏതെങ്കിലും സ്റ്റോക്കുകളിലൊക്കെ ഒരു കറക്ഷൻസ് ലഭിക്കുകയാണെങ്കിൽ ബൈ ലെവലിന് താഴെ വരുന്ന സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. പക്ഷേ നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്ന സ്റ്റോക്കുകളിൽ അധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം നമുക്ക് ഇലക്ഷൻ കഴിയുന്നതോടുകൂടിയുള്ള പീരീഡിൽ ലഭിക്കുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പലപ്പോഴും നമുക്ക് ഒരു വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറേ കഴിഞ്ഞ അടുത്ത 1-2 മാസങ്ങളിൽ കുറേയധികം നെഗറ്റീവ് ന്യൂസുകളോ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ കണ്ടാൽ അതിന് നമ്മൾ ഒരു നീജർക്ക് റിയാക്ഷൻസ് എടുക്കരുത്. നമുക്കെന്തായാലും നമ്മുടെ ഇക്കണോമി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും വരും വർഷങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന കാര്യത്തിൽ ഉള്ള ആ ഒരു കോൺഫിഡൻസിലായിരിക്കണം നമ്മൾ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്. അല്ലാതെ അടുത്ത 1-2 മാസങ്ങളിൽ വരുന്ന മെസ്സേജുകളിലോ അല്ലെങ്കിൽ ന്യൂസുകളിലോ ബേസ് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കരുത്. പ്രത്യേകിച്ചും ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ഒരുപക്ഷെ നിങ്ങൾ ബജറ്റിന് മുന്നോടിയായിട്ട് കുറേയധികം റെയിൽവേ സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്തവരൊക്കെ ഇപ്പോൾ നമുക്കറിയാം ട്രാപ്ഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അവസ്ഥ പല സ്റ്റോക്കുകളിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഫണ്ടമെൻ്റലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ പ്രിഫർ ചെയ്തുകൊണ്ട് വരും മാസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഇങ്ങനെയുള്ള കോൺഫിഡൻസ് നമ്മുടെ ബേസിക്കലി നമ്മുടെ പേഴ്സണൽ കോൺഫിഡൻസ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്കിൽ ജെഫ്രീസ് എന്നുള്ള ഒരു ഫോറിൻ അഡ്വൈസറി ഫേം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വളരെയധികം അടുത്തൊരു 10 കൊല്ലത്തേക്ക് ഇന്ത്യൻ മാർക്കറ്റിന് വലിയൊരു ഭാവിയാണ് ഉള്ളതെന്നുള്ള ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്യുകയുണ്ടായി. അവർ പറയുന്നത് ഇന്ത്യ 2027 ഇന്ത്യ വെളിയിലെ 3rd ലാർജസ്റ്റ് എക്കണോമി ആകുമെന്നുള്ളതാണ്. ഇന്ത്യ കഴിഞ്ഞ 10 വർഷവും 7% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിലാണ് CAGR ഗ്രോ ചെയ്ത് $3.6 ട്രില്യൺ എന്നുള്ള ഒരു ലെവലിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് അടുത്ത 3 വർഷവും അല്ലെങ്കിൽ 4 വർഷവും ഗ്രോ ചെയ്ത് $5 ട്രില്യൺ എക്കണോമിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ 10 വർഷം 8th പൊസിഷനിൽ നിന്നും 5th പൊസിഷനിലേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ അടുത്ത 3-4 വർഷം കൊണ്ട് ഈ 5th പൊസിഷനിൽ നിന്നും ജപ്പാനെയും ജർമ്മനിയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് 3rd ലാർജസ്റ്റ് എക്കണോമി എന്നുള്ള ഒരു ടാഗ് ഇന്ത്യക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യുകയും അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരും എന്നുള്ളതാണ്. അത് ജെഫ്രീസ് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 2030 $10 ട്രില്യൺ എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്തുമെന്നുള്ളതാണ്. അതായത് $10 ട്രില്യൺ എന്ന് പറയുന്ന ഒരു വലിയ ഫിഗറിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്പ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റും വെൽത്തും ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമായിരിക്കും 2030 വരെയുള്ള പീരീഡിലുള്ളത് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ നയിക്കേണ്ടത്. അല്ലാതെ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കുള്ള ഷോർട്ട് ആയിട്ടുള്ള വ്യൂ മാർക്കറ്റിനെ കുറിച്ച് എടുക്കാതെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡയമണ്ട് പിക്സ് പോലെയുള്ള സീരീസിലൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനുള്ള വലിയൊരു ഹ്യൂജ് അവസരങ്ങളായിരിക്കും 2030 വരെയുള്ള പീരീഡ് നൽകുന്നത്. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യും, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മോർ ദാൻ 100% പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് മാർക്കറ്റ് നൽകും. ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ഒരു ഡയമണ്ട് പിക് 10 ആയിരുന്ന സാൽസർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്ക് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിരുന്നത് 175-നും 210 എന്നുള്ള ലെവലിലായിരുന്നു. ബൈ ബിലോ 210 എന്നുള്ള ലെവലിലായിരുന്നു ഞങ്ങൾ ആ സ്റ്റോക്കിൻ്റെ എൻട്രി റെക്കമെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിന് ഞങ്ങൾ
ചില ഡയമണ്ട് പിക്സിന് മാത്രം ഞങ്ങൾ സെക്കൻഡ് ടാർഗറ്റ് നൽകാറുണ്ട്. ഈ സാസ്ലർ ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു 420 ആയിരുന്നു. അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ അച്ചീവ് ചെയ്തിരുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് സെക്കൻഡ് ടാർഗറ്റായ 630 അച്ചീവ് ചെയ്തു. മോർ ദാൻ 665 ഈ സ്റ്റോക്ക് ഫ്രൈഡേയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർ ദാൻ 200% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഈ സാസ്ലർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത 2030 വരെയുള്ള പീരിയഡിൽ പല സ്റ്റോക്കുകളിലും ലഭിക്കുക. ഈ സ്റ്റോക്കിൽ ഒരു പക്ഷേ നമ്മുടെ ഡയമണ്ട് പിക് 10 എടുത്ത ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഞങ്ങൾ റെക്കമെൻഡേഷൻ നൽകുന്നതിന് മുമ്പ് ഒരിക്കലും അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ സാസ്ലർ ഇലക്ട്രോണിക്സ് എന്നുള്ള കമ്പനിയുടെ പേരിൽ. അപ്പോൾ അവിടെയാണ് ഒരു നല്ല റിസർച്ച് ഫേമിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അങ്ങനെ അത് വളരെ വിശ്വസ്തമായിട്ടുള്ള ഒരു റിസർച്ച് ഫേമിൽ നിന്ന് അങ്ങനെയുള്ള ഒരു റെക്കമെൻഡേഷൻ നൽകിയിട്ട് അതിലേക്ക് നമ്മൾ നല്ലൊരു രീതിയിലുള്ള നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലെയുള്ള ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയമണ്ട് പിക്സ് എന്ന് പറയുന്നത്. ഈ ഡയമണ്ട് പിക് 10 വളരെ കൃത്യമായിട്ടുള്ള എക്സാമ്പിളാണ്. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ വീക്കിലി സ്റ്റോക്ക് 2-3 വീക്കായിട്ടും 450 ലെവലിൽ നിന്ന് ഹ്യൂജ് റാലി നടത്തി 630 വന്നിരിക്കുന്നതും പല ക്ലയൻസും കഴിഞ്ഞ വീക്കിലാണ് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നവർ എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. പല ക്ലയൻസിനും നമുക്ക് 10 lakhs 25 lakhs ഒക്കെ പ്രോഫിറ്റ് സാസ്ലർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്കിൽ നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്കൊരു ഈ സാസ്ലർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു റെക്കോർഡ് വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന പീരീഡിൽ നിന്നുള്ളൊരു മൂവ്മെൻറ്റാണ് ഞങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത് 175 മുകളിലാണ്. ആ 210 ലെവലിൽ നിന്നുള്ള ഒരു പുൾ ബാക്കിന് ശേഷമാണ് ആ സ്റ്റോക്ക് ആ ഒരു ലെവൽ 175 വരുന്നതും. ആ ലെവലിൽ 2 ലെവലിലായിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ ബൈ ലഭിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഈ സ്റ്റോക്ക് 200, 210, 240, 256 ലെവലിലേക്കൊക്കെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കുറച്ച് മാസങ്ങളുടെ ട്രേഡിങ് അവിടെ നടന്നതിന് ശേഷം നമുക്ക് മൂവ് ചെയ്യുന്നത് കാണാം. അതിനുശേഷമാണ് ഈ സ്റ്റോക്ക് 320 ലെവലിലേക്ക് മൂവ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നീട് ഈ സ്റ്റോക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ടുള്ള 420 എന്നുള്ള ലെവലിലേക്ക് പിന്നീടുള്ള മാസങ്ങളിൽ മൂവ് ചെയ്യുന്നതും നമുക്കിവിടെ കാണാം. അതിനുശേഷം കഴിഞ്ഞ 3-4 വീക്കായിട്ടാണ് വീണ്ടും അവിടെ നിന്നും വലിയൊരു റാലി ലഭിച്ച് ഈ സ്റ്റോക്ക് നമ്മുടെ തേർഡ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റായിട്ടുള്ള 620 630 മൂവ് ചെയ്ത് വന്നത്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ സെക്കൻഡ് ടാർഗറ്റിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ ഈ ഡയമണ്ട് പിക് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ള ഡയമണ്ട് പിക് 21 ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ബഡ്ജറ്റ് നിന്നും വളരെ ബെനിഫിഷ്യറി ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഞങ്ങളിതിൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഡയമണ്ട് പിക് 21 ഇതുപോലെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഒരു കമ്പനി ഞങ്ങൾ സെലക്ട് ചെയ്ത് അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 3 ഇയേഴ്സിലും വളരെ നല്ല രീതിയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടി തന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്ക്. അല്ല, ബേസിക്കലി എനിക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതൊരു ഡിസ്ക്ലെമറായിട്ട് കൂടെ നമ്മൾ കരുതണം. ഈ സ്റ്റോക്ക് ഒരു 560 ലെവലിലായിരുന്നു 2017 പീരിയഡിൽ ട്രേഡ് ചെയ്തിരുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡിലൂടെ ആയിരുന്നു ഈ സ്റ്റോക്ക് പോയിരുന്നത്. ആ പീരീഡിലൊന്നും നമുക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് നൽകാനായിട്ട് സാധിക്കില്ലായിരുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കോവിഡിൻ്റെ പീരീഡിൽ സ്റ്റോക്ക് 6350 എന്നുള്ളൊരു ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ റീബൗണ്ടിൻ്റെ സമയത്ത് അതോടൊപ്പം തന്നെ കമ്പനിയുടെ കുറേയധികം മോഡൽസ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ മോഡൽസ് നല്ല രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയത്, ഡിമാൻഡ് വരാൻ തുടങ്ങിയത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഇ വി സെഗ്മെൻറ്റിലുള്ള അവരുടെ മോഡൽസ് ക്ലിക്കാവുകയും കുറേയധികം ആ കാറുകൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതോടൊപ്പമുള്ള ആ ഒരു മൂമെൻറ്റിലാണ് നമ്മൾ 170 ലെവലിൽ ടാറ്റ മോട്ടോഴ്സിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നമ്മൾ 23 നവംബർ
2020 നമ്മളൊരു ബൈ റെക്കമെൻഡേഷൻ നൽകുകയുണ്ടായി. അവിടെ നിന്നാണ് ആ സ്റ്റോക്ക് അങ്ങനെയുള്ള ഒരു റാലിയോടുകൂടി ആദ്യം 536 ലെവലിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും നമ്മളിപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു 935 എന്നുള്ള ലെവലിലേക്ക് ഒരു ലൈഫ് ടൈം ഹൈയിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായില്ല. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്ക് വളരെ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈമിലേക്കൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പീരീഡ് 2017 മുതൽ 2020 വരെയുള്ള പീരീഡ് ഈ ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലൂടെ പോവുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനുശേഷം ഈ സ്റ്റോക്കിന് ബൈയിങ് ലഭിക്കേണ്ട ആ ഒരു പീരീഡ് നമുക്കിതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും ഒരു റെക്കോർഡ് വീഡിയോ കൂടെ കണ്ടുകൊണ്ട് അതിൽ നമുക്കൊന്ന് ആ മൂവ്മെൻ്റ് നമുക്കൊന്ന് ഒന്നുകൂടെ വാച്ച് ചെയ്യാം. ഒരു 2016 പീരീഡ് മുതലുള്ള ഒരു റീപ്ലേ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 2015 ഈ സ്റ്റോക്ക് 605 ഒരു ഹൈ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ഒരു റീപ്ലേ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു 568 ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റും പിന്നീടും ഇപ്പോൾ അവിടെ നിന്നും വീണ്ടും ഈ സ്റ്റോക്ക് എപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിലൂടെയാണ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ റെക്കോർഡ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടൊരു ബൈ ലെവൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എല്ലാ ക്വാർട്ടറിലും ഹെവി ലോസ് ആയിരുന്നു ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സിനെ ബൈ ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇൻഡിക്കേഷൻസും ഇല്ലാതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പീരീഡിൽ ഒരു മോർ ദാൻ 5 years നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ ഒരു റെക്കമെൻഡേഷനും നൽകാറില്ല. പലപ്പോഴും എന്നെ പേഴ്സണലി എന്നോട് ടാറ്റ മോട്ടോഴ്സ് ഇത്രയും കറക്റ്റ് ചെയ്തില്ല, ഇനിയും വാങ്ങട്ടെ എന്നുള്ളത് ഈവൻ 200 താഴെ വന്നിട്ട് പോലും ചോദിച്ചവരോട് ഞാൻ അത് അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ താഴെ ലെവലായിട്ടുള്ള 2020 നമുക്കറിയാം 100 താഴെ വന്ന് സ്ട്രോങ് ആയിട്ട് റിവേഴ്സ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന് ഫിനാൻഷ്യൽസ് കുറേ കൂടെ ബെറ്റർ ആവുകയും അതുപോലെ അവരുടെ പ്രോഡക്ട്സിന് മാർക്കറ്റിൽ ഡിമാൻഡ് വരികയും ചെയ്തപ്പോഴാണ് പിന്നീട് നമ്മൾ ആ സ്റ്റോക്കിൽ ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഓവറോൾ പീരീഡിൽ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് തിരിയുന്നത് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും അതിനനുസരിച്ച് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂജ് റിട്ടേൺ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാം. ഇവിടെ ഈ ലെവലിൽ നിന്നാണ് ടാറ്റ മോട്ടോഴ്സ് പിന്നീട് റിവേഴ്സ് ചെയ്ത് വരുന്നത്. 6350 എന്നുള്ളൊരു ലെവലിലേക്ക് വന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 935 ലെവലിലേക്ക് മൂവ് ചെയ്ത് ട്രേഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണണം. അപ്പോൾ ഇത് ആ കോവിഡിനോടനുബന്ധിച്ചുള്ള കറക്ഷനിലാണ് ഈ 6350 എന്നുള്ളൊരു ലോ ടെസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ 170 ലെവലിൽ നമ്മളൊരു ബൈ റെക്കമെൻഡേഷൻ എൻ്റർ ചെയ്തിരുന്നത്. അവിടെ നിന്നും സ്റ്റോക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയ ഓരോ മന്തിൻ്റെയും സെയിൽസ് ഫിഗേഴ്സ് എല്ലാം വളരെ നല്ല ഫിഗേഴ്സ് ആയിരുന്നു. അതോടുകൂടി കമ്പനിയുടെ ഒരു റിവേഴ്സൽ പാറ്റേണിൽ കൃത്യമായിട്ട് ആ സ്റ്റോക്ക് മൂവ് ചെയ്ത് 536 എന്നുള്ളൊരു പ്രീവിയസ് ഹൈയിലൊക്കെ ആ ലെവലിലേക്ക് വീണ്ടും തിരിച്ചു വരികയും പിന്നീടും നമുക്ക് കാണാം കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ടാറ്റ മോട്ടോഴ്സ് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് നൽകിയത്. അപ്പോൾ അത് ഫിനാൻഷ്യൽസിൻ്റെ പെർഫോമൻസും അതോടൊപ്പം തന്നെ നമുക്കറിയാം ടാറ്റ ടെക്നോളജീസ് എന്നുള്ളൊരു കമ്പനിയുടെ ആ കമ്പനിയിൽ മേജറായിട്ട് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തിരുന്നത് ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ടാറ്റ മോട്ടോഴ്സിൻ്റെ അത് IPO നടത്തിയപ്പോൾ ആ സെയിൽസ് പ്രൊസീഡ്സും വന്നതും ടാറ്റ മോട്ടോഴ്സിലേക്കായിരുന്നു. അപ്പോൾ അത്തരം പ്രോഫിറ്റ് ആ കമ്പനിക്ക് ആ സ്റ്റോക്കുകൾ IPO വഴി വിറ്റപ്പോൾ ലഭിക്കുകയുണ്ടായി. പിന്നീട് നമുക്കറിയാം സ്റ്റോക്ക് വളരെ നല്ല രീതിയിലാണ് IPO കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അവരുടെ ഹൈയിലുള്ള ഹോൾഡിങ്സിൻ്റെ വാല്യൂ കൂടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇതുപോലെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പെർഫോമൻസ് തന്നെ ടാറ്റ മോട്ടോഴ്സ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ 935 ലെവലിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് 1200 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഇനി ഓവർ എ പീരിയഡ് നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും. ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ് എല്ലാവരും മനസ്സിൽ കീപ്പ് ചെയ്യുക. കാരണം ഒരു ഡൗൺ ട്രെൻഡിൽ ആ സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്യുകയും അതിനുശേഷം അവിടുന്ന് റിവേഴ്സൽ വരുമ്പോൾ എങ്ങനെ അതിൽ എൻട്രി ചെയ്ത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടുകയും അത് ചാർട്ടിൻ്റെ റിവേഴ്സൽ മാത്രം പോരാ, ഫണ്ടമെൻ്റലി ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മളിതുപോലെയുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ ഇവിടെ പോകുന്ന ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്.
അടുത്തത് നമുക്കിനി ഒലക്ട്ര ഗ്രീൻ ടെക് എന്നുള്ള ഒരു സ്റ്റോക്ക് ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒലക്ട്രയുടെ ചാർട്ടാണ്. ഒലക്ട്ര കഴിഞ്ഞ ഒക്ടോബർ 23 1018 എന്നുള്ളൊരു സ്വിംഗ് ലോ സെറ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് ഒരു ഹ്യൂജ് റാലി നടത്തി കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു പുതിയ സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തിരിക്കുന്നത് 2221 ആണ്. അതായത് ഒലക്ട്ര ഗ്രീൻ ടെക് എന്നുള്ളത് ഇവർ സോളാർ ബസ്സുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഈവൻ ഒരു 600 ലെവലിൽ സ്റ്റോക്കിൽ നമ്മളൊരു സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമുക്ക് കാണാം ഇപ്പോൾ 118% ജസ്റ്റ് 4 മന്ത്സിൽ ഒലക്ട്ര ഗ്രീൻ ടെക് എന്നുള്ള കമ്പനിയുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിലും നമ്മൾ ഈ സ്റ്റോക്കിൽ നമ്മൾ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. എന്തായാലും ഒലക്ട്ര ഗ്രീൻ ടെക് അവരുടെ ഫീൽഡ് ഇതുപോലെ ഇ വി ബസ്സസ് ആയതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒലക്ട്ര ഗ്രീൻ ടെക് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഇനിയും ആ സ്റ്റോക്കിനെ നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൽ തന്നെ ആഡ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്ക് കൂടിയാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലും ഡിസ്കസ് ചെയ്തതാണ് അദാനി പോർട്സ് പുതിയൊരു ഹൈ സെറ്റ് ചെയ്ത കാര്യം. പക്ഷേ കഴിഞ്ഞ വീക്കിൽ വീണ്ടും പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 1332 എന്നുള്ളൊരു പുതിയ ലൈഫ് ടൈം ഹൈയിലേക്ക് അദാനി പോർട്ട് കഴിഞ്ഞ വീക്കിലും വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഈ 754.50 എന്നുള്ള സ്വിംഗ് ലോയിൽ നിന്നും അദാനി പോർട്ട് ഇപ്പോൾ ഓൾറെഡി 76% അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് നമ്മൾ 1 lakh ടച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രേഡിംഗ് പ്രൈസ് 1 lakh ടച്ച് ചെയ്ത സ്റ്റോക്കായിരുന്നു MRF എന്നുള്ളൊരു കാര്യം നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ MRF വീണ്ടും ഒരു റെക്കോർഡ് കൂടെ കഴിഞ്ഞ വീക്കിൽ സെറ്റ് ചെയ്തതാണ്. 1,51,445 എന്നുള്ള ഒരു സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തിട്ടാണ് MRF ട്രേഡ് ചെയ്ത് നമുക്ക് ചാർട്ടിൽ കാണാം. അങ്ങനെ MRF വീണ്ടും 1,51,000 എന്നുള്ള ഒരു 1,50,000 ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യയിലെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് MRF. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ വിചിത്രമായിട്ട് തോന്നിയൊരു സ്റ്റോക്കായിരുന്നു ജൂബിലൻ്റ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാം കഴിഞ്ഞ 2 വീക്കിലും വലിയൊരു റാലി നടത്തിയ സ്റ്റോക്ക് 100%-ലധികം 1236 മൂവ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ 600 ലെവലിലായിരുന്നു 2 ആഴ്ച മുമ്പ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് 100% ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ജൂബിലൻ്റ് ഇൻഡസ്ട്രീസും നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ അടുത്ത ആഴ്ചയിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. നമ്മുടെ യൂട്യൂബിലൂടെയുള്ള വീഡിയോകളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് അലർട്ടുകളിലൂടെയും ഒരു റെക്കമെൻഡേഷൻ നൽകി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻസും അതുപോലെ ആ സ്റ്റോക്ക് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ലെവലിലേക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴുള്ള മെസ്സേജുകളും എല്ലാം നമ്മൾ ആപ്പിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നൽകാറുണ്ട്. അതിൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് അതിലൂടെ പഠിക്കുകയും എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടേണ്ടതെന്നുള്ളത് പഠിച്ച കുറേയധികം ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് എല്ലാ വീക്കിലും കുറച്ച് ഫീഡ്ബാക്കുകൾ നൽകാറുണ്ട്. അത് നമ്മൾ ഷെയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ വ്യൂവേഴ്സിന് കൂടെ കൃത്യമായിട്ടുള്ള എങ്ങനെയാണ് നമ്മുടെ ക്ലയൻസ് പലരും യൂസ് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം ഡയമണ്ട് പിക്ക് 10 സാസ്ലർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്ക് സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ട്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ചില ക്ലയൻസിൻ്റെ ഫീഡ്ബാക്കാണ് നമുക്കൊന്നൊന്ന് കാണാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഫീഡ്ബാക്കിലേക്ക് നമുക്ക് പോകാം. ഡിയർ സജീഷ് സാർ, I am very happy to be part of AAA family and would like to share with you that I have booked full profit in Diamond Pick 10 Salser today. I had bought 3,000 quantity at 212 and later bought 2,000 quantity at 192. Thus total quantity accumulated 5,000 at 10,20,000. When first target achieved, I sold 3,000 at 426 and taken my capital back with some profit. When the second target achieved today, I have sold balance 2,000 quantity which was completely free at 630. Now I have got a profit of 15,18,000 from Diamond Pick 10 only because of AAA family and their dedicated forensic research in the stock market field. With my experience, AAA, you are the best and your guidance and timely advice made us motivation in the stock market. Special thanks to Mr. Arun. And God bless you and your family and AAA team.
എന്നുള്ളൊരു ഫീഡ്ബാക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് മോർ ദാൻ 15 lakhs പ്രോഫിറ്റ് നേടാനായിട്ട് ഈ സ്റ്റോക്കിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പലപ്പോഴും നമ്മൾ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യമാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് എവിടെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഉത്തരമില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ 100% പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കോസ്റ്റ്, അതായത് ഇൻവെസ്റ്റഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അത്ര എമൗണ്ട് തന്നെ സ്റ്റോക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കോസ്റ്റ് എടുത്തതിന് ശേഷം ഉണ്ടാകും. അങ്ങനെ നമുക്കത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ നമുക്കത് പ്രോഫിറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസിലൂടെ നമ്മൾ പറയുകയും നമ്മൾ അതിൽ ഓരോ എക്സാമ്പിൾസ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ പലരും ചെയ്ത് ഇതുപോലെ വീണ്ടും പ്രോഫിറ്റിനെ കൂടുതൽ എങ്ങനെയാണ് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു എക്സാമ്പിളാണ് ഇദ്ദേഹം. അത് നമുക്ക് കാണാം. 5,000 ക്വാണ്ടിറ്റി ടോട്ടൽ വാങ്ങിയതിൽ 3,000 ക്വാണ്ടിറ്റി ഫസ്റ്റ് ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, ബാലൻസ് 2,000 ക്വാണ്ടിറ്റി സെക്കൻഡ് ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഹ്യൂജ് വെൽത്ത് ഈ സാസ്ലർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്കിൽ നിന്നും അദ്ദേഹത്തിന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്ക് ഈ സാൽസറിനെ കുറിച്ച് തന്നെ ഇത്തിരി ലെങ്തിയാണ്, പക്ഷേ അത് വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ്. ഐ ആം ട്രൂലി ഇംപ്രസ്ഡ് ബൈ ദ കൺസിസ്റ്റൻറ്റ് സക്സസ് റേറ്റ് ഓഫ് യുവർ ഡയമണ്ട് പിക് സീരീസ്. Today I was very much excited to see Diamond Pick 10 Salzer Electronics have crossed even the second target, even though I had sold my full holdings on 17th October 2023 when the stock achieved the first target at 120% profit, and I reinvested the full amount plus added capital on Diamond Pick 19, which was released on 26th of October 23. I had purchased Salzer Electronics 6,396 numbers at 191.48, and when I sold the full quantity on first target 421.69, I got a profit of 120.23%. I have reinvested the full amount of 26.9 lakhs plus an additional of 10 lakhs to make a total of 36.9 lakhs and invested on Diamond Pick 19, which was released just after a few days. I am now a subscriber to all your recommendations. Your insights and recommendations have not only yielded significant returns but also helped me to achieve my financial goals with confidence. I feel fortunate to have you and AAA as my trusted advisor, and I am grateful for the positive impact your advices has had on my investment portfolio. ഇത് കൃത്യമായിട്ടും ഒരു നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. അദ്ദേഹം എങ്ങനെയാണ് ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും അടുത്ത സ്റ്റോക്കിലേക്ക് വീണ്ടും അടുത്തൊരു ഡയമണ്ട് പിക്കിലേക്ക് ഒരു 36.9 lakhs ഇൻവെസ്റ്റ് ചെയ്ത ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. അതുപോലെ മറ്റൊരു ക്ലയൻറ്റ് നമ്മുടെ റെഗുലറായിട്ടുള്ള ക്ലയൻറ്റാണ്. അദ്ദേഹത്തിന് സാസ്ലർ ഇലക്ട്രോണിക്സിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ക്വാണ്ടിറ്റി 3,625 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിരുന്നത്. അത് ബൈ ചെയ്തിരിക്കുന്ന വാല്യൂ 6,92,476 ആണ്. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13,66,533 ആണ് അദ്ദേഹം സെല്ല് ചെയ്തിരുന്നത്. ടോട്ടൽ സ്റ്റോക്കുകളും സെല്ല് ചെയ്ത് അപ്പോൾ പ്രോഫിറ്റ് അദ്ദേഹം നേടിയത് 6,74,056 ആണ് അദ്ദേഹം നേടിയ പ്രോഫിറ്റ്. അപ്പോൾ സാൽസർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്കിൽ ഇതുപോലെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനായിട്ട് നമ്മുടെ ക്ലയൻസിന് സാധിക്കുകയുണ്ടായി. നമുക്കിനി അടുത്തായിട്ട് നമ്മുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള സ്റ്റോക്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻ പാക്കേജിൽ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തും അതിന് മുമ്പത്തെ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ICIL എന്നുള്ള ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ് 270 ലെവലിലാണ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം അത് ഫെബ്രുവരി 12-ാണ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം 305 എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ നമുക്കൊരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ FCL എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 372-ലായിരുന്നു. 420-ൽ ഞങ്ങളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് നമുക്ക് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിൽ 13% നിയർലി 13% നമ്മൾ അല്ലെങ്കിൽ 25% ഒക്കെ പ്രോഫിറ്റ് പല പ്രാവശ്യം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ 1 ഇയറിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ പലപ്പോഴും ഡബിളൊക്കെ ആകുന്നത് എന്നുള്ളതിനുള്ള ആ ഒരു എക്സാമ്പിളാണ് സത്യത്തിൽ ഈ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ്. അപ്പോൾ നമുക്ക് മറ്റൊരു ട്രിപ്പിൾ ഡിവാലിപ്പിക്കായിരുന്നു ഓട്ടോ ഇൻഡസ്ട്രീസ്. ഈ സ്റ്റോക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 105-ലായിരുന്നു.
ഈ സ്റ്റോക്കിൽ 148 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു 40% പ്രോഫിറ്റ് നമുക്ക് ഓട്ടോ ഇൻഡസ്ട്രീസിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. മറ്റൊരു വളരെ റീസെൻ്റ് ആയിട്ടുള്ള ജനുവരി 23 റെക്കമെൻഡ് ചെയ്ത LG എക്യുപ്മെൻറ്റ്സിൽ 570 എൻ്റർ ചെയ്ത് 645 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതാണ് നമുക്കിത് കാണുന്നത്. അതുപോലെ മറ്റ് FSL ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് 195 എൻ്റർ ചെയ്ത് 220 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 12% പ്രോഫിറ്റ് കൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ GICRE എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിലും ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. ഞങ്ങൾ 330 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ ഒരു 420 എന്നുള്ള ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 27% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ സാധിച്ചു. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു സ്നൈഡർ ഇലക്ട്രിക്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 29th ജനുവരിയിലായിരുന്നു. 475 ലെവലിൽ എൻ്റർ ചെയ്ത് സ്റ്റോക്ക് ടാർഗറ്റായ 595 മൂവ് ചെയ്തപ്പോൾ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. നമുക്കിനി കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കാം. കഴിഞ്ഞ വീക്കിൽ ഡാറ്റ പാറ്റേൺസ് 27% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. 197 കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ Paytm കഴിഞ്ഞ വീക്കിൽ 25% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ആ സ്റ്റോക്കിൽ കൃത്യമായിട്ടൊരു നെഗറ്റീവ് ന്യൂസ് ഉള്ളത് കൊണ്ട് എല്ലാവരും ഈ Paytm എന്നുള്ള കമ്പനിയെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ ഇഗ്നോർ ചെയ്യുക. ആർക്കിയാൻ കെമിക്കൽസ് 25% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ 22% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എപ്പിഗ്രൽ ലിമിറ്റഡ് 21% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ABB ഇന്ത്യ 20% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. നാറ്റ്കോ ഫാർമ 15% ഉയർന്നു. അദാനി വിൽമാർ 15% ഉയർന്നു. റെയിൻ ഇൻഡസ്ട്രീസ് 14% ഉയർന്നു. NCC ലിമിറ്റഡ് 14% ഉയർന്നു. TV18 ബ്രോഡ്കാസ്റ്റ് 13% ഉയർന്നു. ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി 13% ഉയർന്നു. ഇന്ത്യൻ ഹോട്ടൽസ് 12% ഉയർന്നു. സപ്പയർ ഫുഡ് ഇന്ത്യ 12% ഉയർന്നു. ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് 12% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും ഈ Paytm വഴിയുള്ള എല്ലാ കമ്പനികളും ഒരു അപ്പ് ട്രെൻഡിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. FIs കഴിഞ്ഞ വീക്കിൽ 1939.3 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3532.8 crores ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 16th ഫെബ്രുവരിക്ക് ക്ലോസ് ചെയ്തത് 22,040 19th ഫെബ്രുവരിയിൽ 81 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 20th ഫെബ്രുവരിയിൽ 74 പോയിൻറ്റ്സ് ഉയർന്നു. 21st ഫെബ്രുവരിയിൽ 141 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിനുശേഷം 22nd ഫെബ്രുവരിയിൽ 160 പോയിൻറ്റ്സ് ഉയർന്നു. 23rd ഫെബ്രുവരിയിൽ 4 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 172 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 487 പോയിൻറ്റ്സ് ആഡ് ചെയ്താണ് ഫെബ്രുവരി മന്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 19,973 100 DMA വരുന്നത് 20,730 50 DMA വരുന്നത് 21,688 20 DMA വരുന്നത് 21,881 അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 21,662 അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കുക 21,959 22,187 22,381 22,649 23,174 എന്നീ ലെവൽസാണ്. അതേസമയം 21,662 താഴെ സപ്പോർട്ട് ലെവൽസ് ആയിരിക്കുക 21,537 21,200 20,675 20,213 19,621 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്കൊന്ന് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 22,649 ലോവർ റേഞ്ച് 20,675 ആയിരിക്കും. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 21,662 ആയിരിക്കും. നമുക്കിനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് JSW ഇൻഫ്ര ആണ്. ഈ സ്റ്റോക്ക് ഒരു 262 മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും 292 ആണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് JSW ഇൻഫ്ര ആണ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ സ്റ്റോക്ക്
65 മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റെസിസ്റ്റൻസ് 75 ആണ്. അതുകൊണ്ട് നമ്മുടെ AAA ടെക്നിക്കൽ പിക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ നമ്മുടെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഈ വീക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഏജിസ് ലോജിസ്റ്റിക്സ്, NCC, ഇന്ത്യൻ ഹോട്ടൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അതുപോലെ SBI എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.